ഹായ് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലോബോട്ട് എന്ന പേഴ്സണൽ AI അസിസ്റ്റന്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നാം അല്ലേ? പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരുമിച്ച് ഇതിന്റെ ഓരോ ഭാഗവും വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടന്നാലോ? ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയുന്നതിനു മുൻപ് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ കയ്യിൽ സ്വന്തമായി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ജീവിതം എങ്ങനെയൊക്കെ എളുപ്പമാക്കാം? ഇതിലെ ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം ശരിക്കും നടക്കുന്ന ഉദാഹരണങ്ങളാണ്. ആളുകൾ അവരുടെ വീടുകൾ കൺട്രോൾ ചെയ്യാനും പുതിയ വെബ്സൈറ്റുകൾ ഉണ്ടാക്കാനും എന്തിന് കാറ് വാങ്ങുമ്പോൾ പോലും പണം ലാഭിക്കാനുമൊക്കെ ഈ ക്ലോബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുണ്ടാക്കാൻ പോകുന്ന ഈ ടൂളിന് എത്രത്തോളം പവറുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എന്താണ് ഈ ക്ലോബോട്ട്? വളരെ സിമ്പിളായി പറഞ്ഞാൽ ഇതൊരു ബ്രെയിൻ പോലെയാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിവുള്ള ഒരു സിസ്റ്റം. നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന ടെലിഗ്രാമൊക്കെ ഇല്ലേ? അതുവഴിയാണ് നമ്മൾ ഈ ബ്രെയിനോട് സംസാരിക്കുന്നത്. നമ്മൾ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ ക്ലോബോട്ട് നമുക്ക് വേണ്ടി ആ പണികൾ ചെയ്തു തരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിങ്ങളുടെ ആദ്യത്തെ AI അസിസ്റ്റന്റിനെ ഉണ്ടാക്കാം. പേടിക്കേണ്ട, ഞാൻ ഓരോ ഘട്ടത്തിലും കൂടെ ഉണ്ടാകും. ഇത് ശരിക്കും സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒറ്റ കമാൻഡിലുള്ള ഇൻസ്റ്റലേഷൻ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ടെക്നിക്കൽ സ്റ്റെപ്പ്. കണ്ടോ, വളരെ സിമ്പിളാണ്. വെറും 4 സ്റ്റെപ്പുകൾ. വെബ്സൈറ്റിൽ പോകുന്നു, ആ ഒറ്റ കമാൻഡ് കോപ്പി ചെയ്യുന്നു, നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ടെർമിനലിൽ, അതായത് കമാൻഡൊക്കെ കൊടുക്കുന്ന ഒരു പ്രോഗ്രാമില്ലേ, അവിടെ പേസ്റ്റ് ചെയ്ത് ഒരു എൻ്റർ അടിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ക്ലോബോട്ട് തനിയെ ഇൻസ്റ്റാൾ ആയിക്കോളും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നമ്മുടെ സ്വന്തം കമ്പ്യൂട്ടറിലാണ് ഈ കോഡ് റൺ ചെയ്യുന്നത്. ഇതിൽ പേടിക്കാനൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ധാരണ വേണം. ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ വെറുമൊരു യൂസർ എന്നതിൽ നിന്ന് കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുന്നൊരാളായി മാറുകയാണ്. ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിന്റെ ബ്രെയിന് എങ്ങനെയായിരിക്കണം, അത് നമ്മളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ തീരുമാനിക്കാം. അതിനായിട്ട് ഒരു കോൺഫിഗറേഷൻ വിസാർഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വിസാർഡ് ആദ്യം തന്നെ ചോദിക്കും, ഒരു മോഡൽ പ്രൊവൈഡറെ തിരഞ്ഞെടുക്കുക. എന്താണിത്? അതായത് നമ്മുടെ AIയുടെ തലച്ചോറ് ഏതായിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ യഥാർത്ഥ ബുദ്ധിയുടെ ഉറവിടം. നമ്മൾ തൽക്കാലം OpenAI വെച്ച് തുടങ്ങാം. എന്തുകൊണ്ടെന്നാൽ തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഇതിന്റെ ഒരു API കീ ഉണ്ടാക്കാൻ പറ്റും. കാര്യങ്ങൾ വേഗത്തിൽ പഠിക്കാനും ഇത് സഹായിക്കും. അതുപോലെ എവിടെയെങ്കിലും സ്റ്റക്കായാൽ ഓൺലൈനിൽ ഒരുപാട് ഹെൽപ്പ് കിട്ടാനും എളുപ്പമാണ്. API കീ എന്ന് പറഞ്ഞാൽ ക്ലോബോട്ടിനും OpenAIക്കും തമ്മിൽ സംസാരിക്കാൻ വേണ്ട ഒരുതരം സ്പെഷ്യൽ പാസ്വേഡ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഈ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബോട്ടിന് OpenAIയുടെ ബുദ്ധി ഉപയോഗിക്കാൻ പറ്റൂ. ഈ 4 സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ നമുക്ക് ആ പാസ്വേഡ് ഈസിയായിട്ട് കിട്ടും. ഓക്കെ, അടുത്തത് കണക്ഷൻ സ്ഥാപിക്കലാണ്. നമ്മുടെ ബോട്ടുമായി സംസാരിക്കാൻ ഒരു വഴി വേണ്ടേ? നമ്മളതിനെ ടെലിഗ്രാമിലേക്കാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ടെലിഗ്രാമിൽ തന്നെ ബോട്ട് ഫാദർ എന്നൊരു സംഭവമുണ്ട്. ഒരു വിസാർഡ് പോലെയാണത്. അത് ചോദിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, നമുക്കൊരു പുതിയ ബോട്ട് റെഡിയാവും. അവിടെ നിന്ന് കിട്ടുന്ന ഒരു ആക്സസ് ടോക്കൺ നേരെ നമ്മുടെ ക്ലോബോട്ട് വിസാർഡിൽ കൊടുത്താൽ മതി. അത്രയുള്ളൂ, കണക്ഷൻ റെഡി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷമെത്തി. നമ്മളുണ്ടാക്കിയ AI അസിസ്റ്റന്റിനോട് ആദ്യമായി സംസാരിക്കാൻ പോവാണ്. ഇത് ശരിക്കും എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മെസ്സേജ് നോക്കൂ. നമ്മൾ ബോട്ടിനൊരു പേര് കൊടുക്കുകയാണ്, ലിസ എന്ന്. അതുപോലെ നമ്മുടെ പേരും പറയുന്നു. ഇങ്ങനെയാണ് അത് കാര്യങ്ങൾ ഓർമ്മ വെച്ച് തുടങ്ങുന്നത്. ഓരോ സംഭാഷണത്തിൽ നിന്നും അത് പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കും. അതാ നോക്കൂ, ബോട്ട് കറക്റ്റായിട്ട് മറുപടി തന്നു. ഇതൊരു വലിയ വിജയമാണ്. നമ്മൾ ചെയ്തതെല്ലാം പെർഫെക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ബേസിക് സെറ്റപ്പ് കഴിഞ്ഞു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. ഇത് വെറുമൊരു തുടക്കം മാത്രമാണ്. ഇനി ഇതിനെക്കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാം എന്ന് നോക്കാം. അടുത്തതാണ് സ്കിൽസ്. എന്താണിത്? സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ അസിസ്റ്റന്റിന് കൊടുക്കാൻ പറ്റുന്ന സൂപ്പർ പവറുകളാണിവ. ഉദാഹരണത്തിന് മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യാനും മറ്റ് ആപ്പുകളുമായി സംസാരിക്കാനുമൊക്കെ ഈ സ്കിൽസ് ഉപയോഗിക്കാം. ഈയൊരു താരതമ്യം നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. നമ്മളിപ്പോൾ ടെലഗ്രാമിലൂടെ ചാറ്റ് ചെയ്യുന്ന ഒരു ബേസിക് ലെവലിലാണ്. അവിടെ നിന്ന് കസ്റ്റം സ്കിൽസ് ചേർത്ത് ടാസ്കുകൾ ഓട്ടോമാറ്റിക്കായി ഷെഡ്യൂൾ ചെയ്ത് 24 മണിക്കൂറും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പേഴ്സണൽ അസിസ്റ്റന്റാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്വന്തം AI അസിസ്റ്റന്റ് ഇപ്പോൾ ഓൺലൈനിലാണ്, റെഡിയാണ്. ഇനി നിങ്ങൾ പറയണം, എന്തായിരിക്കും അതിന് കൊടുക്കുന്ന ആദ്യത്തെ ദൗത്യം? ഒന്ന് ആലോചിച്ചു നോക്കൂ, സാധ്യതകൾ ഒരുപാടുണ്ട്.